നമ്മൾ ഉപയോഗിക്കുന്ന വാട്സപ്പ്, അതായത് നമ്മൾ വെബ് വാട്സപ്പിന് കൂടെ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ക്രോമിൽ എക്സ്റ്റൻഷനായിട്ട് വരുന്ന CRM സോഫ്റ്റ്വെയർ. നേരത്തെ ഒരു CRM സോഫ്റ്റ്വെയർ നമ്മുടെ അടുത്ത് ഉണ്ടായിരുന്നു. ക്രോമിൽ എക്സ്റ്റൻഷനായിട്ട് വരുന്ന, അല്ലെങ്കിൽ നമുക്ക് എഡ്ജിലൊക്കെ എക്സ്റ്റൻഷനായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയറാണ്. ഓക്കെ, അതേ രീതിയിൽ മറ്റൊരു CRM സോഫ്റ്റ്വെയർ കൂടി നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. മാക്സ് ഡിജിറ്റൽ സ്മാർട്ട് CRM സോഫ്റ്റ്വെയർ എന്നാണ് ഇതിൻ്റെ പേര്. ഓക്കെ, നേരത്തെ ഉണ്ടായിരുന്ന CRMനെ സംബന്ധിച്ച് അഡ്വാൻസ് ആയിട്ട് കുറച്ചും കൂടി ഫീച്ചേഴ്സുകൾ നമുക്കിതിൽ ഇൻക്ലൂഡ് ആയി വന്നിട്ടുണ്ട്. നമുക്ക് ഈ ഒരു സോഫ്റ്റ്വെയറിനെ കുറിച്ചുള്ള ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ്. ഇതിൽ ഓരോ ഫീച്ചേഴ്സുകൾ എങ്ങനെയാണ് യൂസ് ചെയ്യുക എന്നുള്ളതൊക്കെ ഡിഫറെൻറ്റ് വീഡിയോകളായിട്ട് നമ്മൾ പിന്നീട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതിൽ കുറേ ഓപ്ഷനുകൾ നമുക്ക് അവൈലബിൾ ആണ്. ഒന്നാമത്തെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് CRM എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ തന്നെയാണ്. CRMൽ ഉദ്ദേശിക്കുന്നത് നമുക്ക് വരുന്ന ഓരോ ചാറ്റുകളെയും നമുക്ക് സെപ്പറേറ്റ് ടാബുകൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഓരോ കസ്റ്റമറെയും കൃത്യമായിട്ട് നമുക്ക് മാനേജ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു CRM എന്നുള്ളൊരു സംവിധാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നേരത്തെ ഒരു ഡാഷ്ബോർഡ് സംവിധാനം ഉണ്ടായിരുന്നു. ഒന്നുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഫീച്ചേഴ്സാണ് ഈ ഒരു CRM എന്നുള്ള ഈ ഒരു ഭാഗത്ത് നമുക്ക് വരുന്നത്. അതായത് ഇപ്പോൾ നമുക്ക് വരുന്ന ഫേസ്ബുക്കിലോ ഇൻസ്റ്റഗ്രാമിലൊക്കെ നമ്മൾ അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് വരുന്ന ലീഡുകളെ, നമ്മുടെ ചാറ്റിൽ ഒരുപാട് മെസ്സേജുകൾ ഉണ്ടാവും, അതിൽ നിന്ന് നമുക്ക് വരുന്ന ലീഡുകളെ മാത്രം സെപ്പറേറ്റ് ഒരു ടാബിൽ വെക്കുന്നു. ആ ലീഡിൽ നിന്ന് നമുക്ക് ജസ്റ്റ് ഒരു കോൺവെർസേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് അത് കൺവേർട്ട് ആകാൻ ചാൻസ് ഉള്ളതിനെ നമ്മൾ മറ്റൊരു ടാബ് ക്രിയേറ്റ് ചെയ്ത് അതിലേക്ക് നമ്മുടെ ചാറ്റുകൾ മാറ്റി വെക്കുന്നു. മറ്റൊന്ന്, നമ്മളിൽ നിന്ന് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്ത ആളുകളെ മറ്റൊരു ടാബിലേക്ക് വെക്കുന്നു. ഇങ്ങനെ കസ്റ്റമേഴ്സിനെ ഡിഫറൻറ്റ് ടാബുകളിലേക്ക് കൊണ്ടുപോയി ഡാഷ്ബോർഡ് സംവിധാനത്തിൽ വളരെ കൃത്യമായിട്ട് ഫോളോ അപ്പിന് സാധ്യമാകുന്ന രീതിയിലേക്ക് നമുക്ക് ആ CRMനെ ഉപയോഗിക്കാൻ പറ്റും. CRM എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ പുതിയൊരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. ആ വിൻഡോയിൽ നമുക്ക് ഓരോ കസ്റ്റമറെയും സെപ്പറേറ്റ് ടാബിലേക്ക് മാറ്റാനുള്ള ഓപ്ഷനൊക്കെ ഇവിടെ ഉണ്ട്. പുതുതായിട്ട് നമുക്ക് ടാബുകൾ ഇവിടെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. ടാബ് ക്രിയേറ്റ് ചെയ്തിട്ട് ഓരോ കസ്റ്റമറെയും നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കാനൊക്കെ പറ്റുന്ന രീതിയിലുള്ള ഒരു സംവിധാനമാണുള്ളത്. ഇങ്ങനെ ഈ ഒരു ടാബിലേക്ക് നമ്പറുകൾ അല്ലെങ്കിൽ നമ്മുടെ കസ്റ്റമേഴ്സിനെ മാറ്റുമ്പോൾ അവരിലേക്ക് മാത്രം നമുക്ക് ലീഡ് വന്നവരിലേക്ക് മാത്രം, അതല്ലെങ്കിൽ ജസ്റ്റ് നമ്മളായിട്ട് ചാറ്റ് ചെയ്തിട്ടുള്ള ആളുകളിലേക്ക് മാത്രം മെസ്സേജുകളൊക്കെ അയക്കാനുള്ള സംവിധാനം നമ്മുടെ സോഫ്റ്റ്വെയറിലുണ്ട്. രണ്ടാമത്തെ ഒരു ഓപ്ഷൻ എന്ന് വരുന്നത് ഇവിടെ നമുക്ക് മാസ് സെൻഡിങ് എന്ന് പറയുന്ന ഓപ്ഷനാണ്. അതായത് നമുക്ക് ബൾക്കായിട്ട് മെസ്സേജ് അയക്കാനുള്ള ഓപ്ഷനാണ്. ബൾക്കായിട്ട് മെസ്സേജ് അയക്കുമ്പോൾ ഒരുപാട് ഓപ്ഷനുകൾ നമുക്ക് അവൈലബിൾ ആണ്. ഒന്ന്, സേവ് ചെയ്ത കോൺടാക്റ്റിലേക്ക് നമുക്ക് മെസ്സേജ് അയക്കാം. മറ്റൊന്ന്, നമ്മുടെ ഇൻബോക്സിൽ നമുക്ക് ചാറ്റിൽ വന്നിട്ടുള്ള ആളുകളിലേക്ക് മാത്രം മെസ്സേജുകൾ അയക്കാം. ലേബൽ, ബിസിനസ് വാട്സപ്പിൽ നമ്മൾ ലേബൽ ക്രിയേറ്റ് ചെയ്ത് വെക്കാറുണ്ട്. ആ ലേബലിലേക്ക് മെസ്സേജ് അയക്കാനുള്ള സംവിധാനമുണ്ട്. ഗ്രൂപ്പുകളിലേക്ക് സെപ്പറേറ്റ്, അതായത് നമ്മുടെ ഫോണിൽ ഇപ്പോൾ ഒരു 10 ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ആ 10 ഗ്രൂപ്പിലേക്ക് ഒന്നിച്ച് മെസ്സേജ് അയക്കാനുള്ള സംവിധാനം. ഗ്രൂപ്പിലെ കോൺടാക്റ്റുകളിലേക്ക് മെസ്സേജ് അയക്കാനുള്ള സംവിധാനമുണ്ട്. നേരത്തെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള CRM, ആ CRMലെ ഓരോ ടാബുകളിലേക്കും പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കാനുള്ള സംവിധാനമുണ്ട്. മറ്റൊന്ന്, നമുക്ക് നമ്മുടെ നമ്മളിപ്പോൾ CRM സംവിധാനത്തിൽ ഓരോ ആളുകളുടെയും ബർത്ത്ഡേ അതുപോലെ തന്നെ ജെൻഡറൊക്കെ ചിലപ്പോൾ തിരിച്ചു വെച്ചിട്ടുണ്ടാവും. ഇവരിലേക്ക് മാത്രം മെസ്സേജ് അയക്കാനുള്ള സംവിധാനമുണ്ട്. അതുപോലെ തന്നെ നമുക്ക് സ്പ്രെഡ്ഷീറ്റിൽ നിന്ന് നമുക്ക് നമ്പറുകൾ ഇമ്പോർട്ട് ചെയ്തുകൊണ്ട് അതിലേക്ക് മെസ്സേജ് അയക്കാനുള്ള സംവിധാനം കൂടി ഈ ഒരു മാസ് സെൻഡിങ് എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്തുണ്ട്. വളരെ ഈസി ആയിട്ട് നമുക്ക് നമ്പറുകൾ സെലക്ട് ചെയ്യാം. നമ്പറുകൾ സെലക്ട് ചെയ്തിട്ട് എന്താണോ മെസ്സേജ് അയക്കേണ്ടത് അത് നമുക്ക് വളരെ ഈസി ആയിട്ട് സെൻഡ് ചെയ്യാനുള്ള, ബൾക്കായിട്ട് മെസ്സേജ് അയക്കാനുള്ള സംവിധാനമാണുള്ളത്. ഓക്കെ, ഇനി നമുക്ക് അതിലെ മറ്റൊരു ഓപ്ഷൻ എന്താണെന്ന് പരിചയപ്പെടാം. മൂന്നാമത്തെ ഒരു ഓപ്ഷൻ വരുന്നത് മെസ്സേജുകൾ ഷെഡ്യൂൾ ചെയ്ത് വെക്കാനുള്ള ഓപ്ഷനാണ്. നമുക്ക് എന്താണോ മെസ്സേജുകൾ പോകേണ്ടത് അത് നമുക്ക് നേരത്തെ മെസ്സേജുകൾ ഷെഡ്യൂൾ ചെയ്ത് വെച്ച് നമ്മളൊരു ഫിക്സഡ് സമയത്തിലേക്ക് നമുക്ക് ഷെഡ്യൂൾ ചെയ്ത് വെക്കാൻ പറ്റും. നാലാമത്തതിലൊരു ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളൊരു ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് ഒരു ചാറ്റ് ബോട്ട് ക്രിയേറ്റ് ചെയ്ത് വെക്കാം എന്നുള്ളതാണ്. അതിൻ്റെ ബെറ്റ വെർഷനാണ്. അതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. അത് കൂടുതൽ നമുക്ക് വർക്ക് ചെയ്ത് തുടങ്ങിയാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് വരുന്ന ഒരു കസ്റ്റമർ ഒരു എൻക്വയറി വന്നാൽ ആ എൻക്വയറിക്ക് കൃത്യമായിട്ട് റീപ്ലൈകൾ കൊടുത്ത് ആ കസ്റ്റമറെ നമുക്ക് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി അതിൽ അടുത്തതായിട്ട് വരുന്നത് നമുക്ക് ഓട്ടോമേഷന് കാര്യങ്ങൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് പുതിയ ചാറ്റുകൾ ക്രിയേറ്റ് ചെയ്യാൻ, കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ ഒരുപാട് ഫീച്ചേഴ്സുകൾ നമ്മുടെ ഈ ഒരു സോഫ്റ്റ്വെയറിൽ അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെക്കുന്ന ഇവിടെ നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള CRM എന്നുള്ളത് നമുക്കിവിടെ വിസിബിൾ ആയിട്ടുണ്ട്. നമുക്കിവിടെ ഫിൽറ്റർ ചെയ്യാനുള്ള ഓപ്ഷനാണ്. നമുക്ക് ലാബലുകൾ വേണമെങ്കിൽ ലാബലിൽ നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള ഓരോ കസ്റ്റമേഴ്സിനെയും വിസിബിൾ ആകാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്. നമുക്ക് ആരൊക്കെയാണോ നമ്മളെടുത്ത് നിന്ന് ഓരോ പ്രോഡക്റ്റുകൾ വാങ്ങിയിട്ടുള്ളത് അതൊക്കെ സെപ്പറേറ്റ് നമ്മൾ ബിസിനസ് വാട്സപ്പിൻ്റെ ലാബിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെയൊക്കെ ഫിൽറ്റർ ചെയ്തെടുക്കാനൊക്കെ പറ്റുന്ന രീതിയിലുള്ള ഒരു അഡ്വാൻസ്ഡ് ലെവലായിട്ടുള്ള ഒരു CRM സോഫ്റ്റ്വെയർ ആണ് നമ്മൾ എടുത്തുള്ളത്. ഇനി നിങ്ങൾക്ക് ഇതിനെ കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ഞങ്ങളുടെ വാട്സപ്പ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക, ഞങ്ങളായിട്ട് ചാറ്റ് ചെയ്യുക. ഇതിൻ്റെ കൂടുതലായിട്ടുള്ള ഇൻഫർമേഷൻ ഞങ്ങൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. വളരെ ചെറിയൊരു റേറ്റിലാണ്
ഫ്രണ്ട്ലിയാണ് ഈ സോഫ്റ്റ്വെയറുകളൊക്കെ സെയിൽ ചെയ്യുന്നത്. വളരെ ഈസി ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അത് കസ്റ്റമർ ഫ്രണ്ട്ലിയാണ്, കൂടുതൽ റിസ്ക്കുകളൊന്നുമില്ല. സാധാരണ നമ്മൾ വെബ് വാട്സപ്പ് യൂസ് ചെയ്യുമ്പോൾ അതിന് കൂടെ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല കിടിലൻ സോഫ്റ്റ്വെയർ ആണ്. നിങ്ങൾക്ക് ഈ സോഫ്റ്റ്വെയർ പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന ഞങ്ങളുടെ വാട്സപ്പ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.